ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മളന്ന് സോണിയുടെ കാർട്സ് അൺബോക്സിങ് കാണിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ സെക്കൻഡ് പാർട്ട് നിലയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ച നിലയ്ക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഇൻസ്റ്റാളിംഗ് ആണ്. അതായത് കാറിൽ നമുക്ക് എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ കണക്ഷൻ കൊടുക്കാം എന്നാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അതിപ്പോൾ എല്ലാവർക്കും ചെയ്യാമെന്നുള്ളൂ. അത് നമുക്ക് അവിടെ അതിൻ്റെ വർക്ക്ഷോപ്പിൽ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ വീട്ടിൽ നോക്കി ചെയ്യാമെന്നുള്ളൂ. കാരണം വെച്ചാൽ അതിന് ബുക്ക്ലെറ്റ് ഉണ്ട്. ആ ബുക്ക്ലെറ്റിൽ ഓരോ വയറിൻ്റെ കണക്ഷൻ എങ്ങനെ കൊടുക്കേണ്ടതെന്നും എന്തിനാണെന്നൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത്യാവശ്യം വേണ്ട കുറച്ച് ലെങ്ത്ത് വയറും ഇപ്പോൾ സെറ്റ് മാറ്റുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. വയർ ഓൾറെഡി അതിൽ ഫിക്സ് ഉണ്ട്. ജസ്റ്റ് കണക്ഷൻ കൊടുത്താൽ മാത്രം മതി. നമ്മുടെ പാറ് ഭയങ്കര ഒച്ചപ്പാട് ഉണ്ടാക്കുന്നുണ്ട് അവിടെ. നമുക്ക് വീഡിയോ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ വേറെ ഒന്ന് പറയാനുള്ളത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ സെറ്റ് കേട്ടോ. പഴയതെന്ന് വെച്ചാൽ അധികം പഴക്കമൊന്നുമില്ല. ഏകദേശം ഒരു 2 വർഷം മാക്സിമം, 2-3 വർഷം മാക്സിമം പഴക്കമുള്ളൂ. എന്താ മിസ്സിംഗ് എന്ന് വെച്ചാൽ ഇത് ഇടയ്ക്ക് വർക്ക് ചെയ്യും, ഇടയ്ക്ക് വർക്ക് ചെയ്യില്ല. അതിലുപരി എന്ന് വെച്ചാൽ ഇപ്പോൾ 2 തവണ ഞങ്ങൾ വണ്ടി വർക്ക്ഷോപ്പിൽ ജസ്റ്റ് സർവീസിന് കയറ്റി. ആ 2 തവണ വർക്ക്ഷോപ്പിൽ കയറ്റി വണ്ടി ഇറങ്ങിയപ്പോൾ വർക്കിംഗ് ആണ്. കുറച്ച് ദിവസം പോവും, പിന്നെ അതുപോലെ നമ്മൾ അത് ഓഫാവും. അതായത് ഓഫാവെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ഓണാവും, പക്ഷേ വോളിയം വരില്ല. നമുക്ക് നിസ്സാര പൈസ സാധനമാണ്. അപ്പം ഞാൻ കമ്പനി സാധനമൊന്നുമല്ല. എന്തായാലും നല്ല സാധനം വാങ്ങിച്ചിട്ട് നമ്മളെ സാധനം സോണി സെറ്റാക്കിയിട്ടുണ്ട്. അതിന് അസംബ്ലി സെറ്റ് ചെയ്യാൻ വേണ്ടു. ഓക്കെ, ഇതാണ് നമ്മുടെ പഴയ സിസ്റ്റ് കേട്ടോ. അതിൻ്റെ പുറകുവശം ഇത് ആൻറ്റീന അല്ലെങ്കിൽ ഏരിയയിൽ അതിലേക്കുള്ള കണക്ടർ ഇതാണ്. പിന്നുള്ളത് സാധാ നമ്മുടെ കണക്ടർ ഉണ്ട്. അതായത് പവറിൻ്റെ ഒരു സെക്ഷനും സ്പീക്കർക്ക് സെക്ഷനാണ് ഉള്ളത്. ഇത് സ്പീക്കറിൻ്റെ സെക്ഷനാണ് മൊത്തം വയർ. അതായത് റിയർ 2 ഫ്രണ്ട് 2 ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ പവറിൻ്റെ ഇത് നമുക്ക് തെറ്റാതെ ഇതേപോലെ തന്നെ അതിൽ കണക്ട് ചെയ്യണം പുതിയ സെറ്റിൽ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഈ കണക്ഷൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഈ ബുക്ക്ലെറ്റ് ഉണ്ടല്ലോ, സോണി നൽകുന്ന ബുക്ക്ലെറ്റിൽ പേജ് നമ്പർ 20 കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡയഗ്രാം അടക്കം ഏതൊക്കെ കളറാണ് ഏതൊക്കെ സ്പീക്കറിലേക്ക് പോകേണ്ടത്, അതുപോലെ ഏതൊക്കെയാണ് ഇതിപ്പോൾ 2 വൈറ്റും ഗ്രേയും ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ്, ഗ്രീനും പർപ്പിളും റിയർ ലെഫ്റ്റ് റൈറ്റ്. അതുപോലെ തന്നെ ബാറ്ററി വോൾട്ട് കറണ്ടിലേക്ക് പോകുന്നത്, അതായത് ബാറ്ററിക്ക് പോകുന്നത് ഗ്രൗണ്ട് ബ്ലാക്ക്, യെല്ലോ ബാറ്ററി പ്ലസ്, റെഡും പ്ലസ്സിലേക്ക് തന്നെയാണ്. ബ്ലൂ ഒരു ആൻറ്റിനേക്ക് കൊടുക്കുള്ളത് നമുക്ക് ആവശ്യമില്ല. പിന്നെ നമുക്ക് വരുന്നത് അതിൻ്റെ ഒരു ഔട്ട്പുട്ട്, അതായത് ഏരിയയിലേക്കുള്ള ഒരു സോക്കറ്റ് ഉണ്ട്. അതൊന്നും ഡയലോഗ് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ കണക്ഷൻ ചെയ്യണം. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് കണക്ട് ചെയ്യാൻ സിമ്പിളായി ചെയ്യാമെന്നുള്ളൂ. നമുക്കെന്നാൽ ബാക്കി കണക്ഷൻ ചെയ്ത് നോക്കാം. അതിപ്പോൾ നമ്മളെ കണക്ഷൻ കൊടുക്കേണ്ട പ്ലാനില്ല. അതായത് വേറെ ഒന്നുമില്ല. ഇതിപ്പോൾ ആദ്യം വയേഴ്സ് നമ്മൾ പഴയ കണക്ടറിൻ്റെ വയേഴ്സ് വിടിയിക്കണം. ഞാൻ ഫുള്ളായി വിടിയിക്കില്ല. അതായത് നമ്മൾ ആ ഇൻസുലേറ്റഡ് ഏരിയയൊക്കെ ആദ്യം എടുത്ത് കളയാണ്. കാരണം വേറെ ഒന്നുമില്ല, നമുക്കിത് വയർ ഇതിലിപ്പോൾ ഏതാണ് ബാക്ക് ഏതാണ് ഫ്രണ്ട് നമുക്ക് അല്ലെങ്കിൽ ഓരോ വയറിലും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് പകരം നമ്മൾ ഓരോന്നായിട്ട് ആണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തെറ്റില്ല. അതല്ലെങ്കിൽ പിന്നെ ഓരോ വയർ നമ്മൾ ഒരു മാർക്ക് ഇട്ട് വയ്ക്കണം. അത് ബുദ്ധിമുട്ടാണ്. കാരണം എത്ര 4 സെറ്റ് വയറുണ്ട് സ്പീക്കറിലേക്ക് തന്നെ. അത് പോരാഞ്ഞിട്ട് പവറിൻ്റെ ഒരു സെറ്റ് വയറും. അപ്പോൾ കൺഫ്യൂഷനാകും. അപ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അറിയാൻ എളുപ്പം തന്നെ നമുക്കതിൽ അറിയാൻ പറ്റും പഴയ കണക്ഷൻസ് ഏതൊക്കെയാണ് കൊടുത്തത്. അത് നമ്മളെ പഴയ സെറ്റിലുള്ള കളർ കോഡ്, അതായത് അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. റിയർ ഫ്രണ്ട് റിയർ അങ്ങനെ ഏതൊക്കെ ഇതാണ് കൊടുത്ത് കണക്ഷൻ പഴയതിൻ്റെ നമുക്ക്
നോക്കി അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓരോ വയേഴ്സ് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് തന്നെ ഇതാ ഇത് രണ്ടും പോസിറ്റീവ് കേട്ടോ, ഇത് നെഗറ്റീവ്. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ പോവാണ്. ഇതിൽ പോസിറ്റീവിൻ്റെ വരുന്നത് ഇതാണ്, നമ്മളിത് വിടുത്തി അതിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇത് എർത്ത് അല്ലെങ്കിൽ ഗ്രൗണ്ട് അതിലേക്ക് കൊടുത്തു. അത് ഇൻസ്റ്റേറ്റ് ചെയ്യണം നമുക്ക്, അതല്ലെങ്കിൽ ടച്ച് ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ അത് ഇൻസ്റ്റേറ്റ് പോയി ചെയ്യാൻ പോകണം. ഓക്കെ, സംഭവം ഞാൻ കത്തിരി എടുത്തു, പക്ഷെ കത്തിരി എടുക്കുന്ന സമയമില്ല. ചടപെടുന്ന കൈ കൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പൊട്ടിക്കുക. വയർ ഓൾറെഡി ലെങ്ത്ത് കുറവാണ്, കാരണം പഴയ വണ്ടിയുടെ വയറിങ്ങിൻ്റെ അത്രേ ഉള്ളൂ, വയറിങ്ങാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അഡീഷണലായിട്ട് ഇപ്പോൾ ഇട്ടിരുന്നെങ്കിൽ ഒന്നല്ലെങ്കിൽ അത് മൊത്തം വയർ സെറ്റ് മാറ്റേണ്ടി വരും. ഇപ്പോൾ ജോയിൻ്റ് അടിക്കുന്ന നന്നാവില്ല, അത് പരമാവധി ജോയിൻ്റ് അടിക്കാതിരിക്കാൻ നല്ലത്. അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി ഇത്രയും നമുക്ക് പോയിൻ്റ് വന്ന് നിൽക്കുന്നുണ്ട് വണ്ടിയുടെ. നമ്മൾ പവർ കണക്ട് ചെയ്തു. എന്നിട്ട് സ്പീക്കറിൻ്റെയാണ്. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് ഈ രണ്ട് ഗ്രീനാണ് കേട്ടോ, അതായത് വയലറ്റ് എന്നൊക്കെ പറയും, വയലറ്റിൽ പറയാം, വയലറ്റ്. അപ്പോൾ അത് ആണ് ഫ്രണ്ടല്ല റിയർ ആണെന്നുള്ളത് കാണിക്കും. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. ഈ സെക്ഷനിൽ കാണിക്കുന്നത് RR, അതായത് റിയർ റൈറ്റ് ആണ്. ഇപ്പോൾ റൈറ്റാണ് അത് വരുന്നത്, പോസിറ്റീവും നെഗറ്റീവും. അതിപ്പോൾ പുറകിലേക്കുള്ള കണക്ഷനാണ്. അത് നമുക്ക് ഊരിയിട്ട് ഇതിലത്തെ പോസിറ്റീവ് കൊടുക്കാം. പോസിറ്റീവ് അല്ല, സോറി, പുറകിലേക്ക് സ്പീക്കില്ല. അപ്പോൾ പുറകിലേക്ക് വരുന്ന നമുക്ക് കണക്ഷൻ വരുന്നത് ഏതാണെന്ന് വെച്ചാൽ റൈറ്റ് ആണല്ലോ, പുറകിൽ റൈറ്റ് ആണ്. ഇപ്പോൾ പർപ്പിളാണ് വരുന്നത്. പർപ്പിൾ എന്ന് വെച്ചാൽ എന്ത് കളറാണ് വരുന്നത്? പർപ്പിൾ എന്ന് വെച്ചാൽ ഗ്രേ അല്ല, പർപ്പിൾ എന്ന് വെച്ചാൽ ഗ്രേ അല്ല, പർപ്പിൾ കളർ പർപ്പിൾ അത് തന്നെ. ഇതാണ് പർപ്പിൾ. അതിൽ ഏതൊക്കെ കളറാ കൊടുത്തത്? ഗ്രേ ഉണ്ടോ അതില്? ഇതിലുള്ളത് ഇപ്പോൾ ഗ്രീൻ ഉണ്ട്, ഗ്രേ പോസിറ്റീവ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് ഗ്രേ, ഗ്രീൻ, പർപ്പിൾ, ബ്ലാക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ഉണ്ട്, ഗ്രേ ഉണ്ട്, പിന്നെ ഗ്രീൻ ഉണ്ട്. അപ്പോൾ പർപ്പിൾ, ഇത് ഈ സാധനം പർപ്പിളാട്ടോ, വയലറ്റ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ തെറ്റ് പറഞ്ഞതിൽ ക്ഷമിക്കുക. ഇത് പർപ്പിളാണ് ഇതിൻ്റെ കളർ, അല്ല കോഡ് പേര്. അപ്പോൾ അതിൻ്റെ വയറിലേക്ക് ലെങ്ത്ത് കുറവോട്ട് വയറിന് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അത്രേ അതിൻ്റെ അകത്ത് വരയുള്ളൂ. അപ്പോൾ അതിലേക്കുള്ള പോസിറ്റീവും നെഗറ്റീവും നമ്മൾ കോഡ് അടിച്ച് കൊടുക്കുക. ഇത് പോസിറ്റീവ്, അതിൽ കോഡുണ്ട്, അതായത് നമ്മൾ ഒരു വര പോകുന്നുണ്ട്, ഈ ഗ്രേയിൽ തന്നെ ഒരു വര പോകുന്നുണ്ട്. അപ്പോൾ ആ ഗ്രേ ബ്ലാക്ക് വര, അപ്പോൾ അത് അതിലേക്ക് തന്നെ കണക്ട് ചെയ്യുക. അതുപോലെ ഇത് പ്ലെയിനാണ്, പ്ലെയിൻ ആയിരുന്നു, വർക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ അത് കണക്ട് ചെയ്യും. നമുക്ക് ഏറ്റവും സാധനം ഇൻസ്ട്രക്ഷൻ ലാസ്റ്റ് ചെയ്യാം കേട്ടോ, അത് നല്ലത്, ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് കഴിഞ്ഞു. ഫസ്റ്റ് RR എന്ന് വെച്ചാൽ റിയർ റൈറ്റ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് വരുന്നത് അതാവും, കണ്ണുപിടിക്കണില്ല, RF, അതായത് റിയർ ഫ്രണ്ട്. RF എന്ന് വെച്ചാൽ ഫ്രണ്ട് റൈറ്റ്, ഫ്രണ്ടിലത്തെ റൈറ്റ് സൈഡ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ബാക്ക് കൊടുത്തു. ഇതാണ് അപ്പോൾ ഫ്രണ്ടിൽ സ്പീക്കിലേക്ക് കൊടുക്കേണ്ടത് കേട്ടോ. നമ്മളത് ഡിസ്കണക്ട് ചെയ്യണം.
ഇതാണ് ഫ്രണ്ട് റൈറ്റ്. നമ്മുടെ ഇതിൽ വരുന്നത് ഇതാ ഫ്രണ്ട് റൈറ്റ് കളർ വരുന്നത് ഗ്രേ ആണ്. ഗ്രേ എന്ന് വെച്ചാൽ ഇതാണ്, ഇതല്ലേ ഗ്രേ, ഇതാണ് ഗ്രേ. ഓക്കെ, ഇതിലേക്ക് നമ്മൾ വയർ നീളിലിട്ട് ഭയങ്കര നീളം കുറവാണ്. ഇതിലേക്ക് ഈ റെഡിൽ തന്നെ ഒരു കോഡുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു വര, അപ്പോൾ അതേ സെയിം ഇത് അതിലും വരണ്ട കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോ? ഇതാണ് കളർ കോഡ്. അതിൽ ഈ ഗ്രേയിലും കളർ കോഡുണ്ട്, ഇതിൽ റെഡിലാണ് ഒരു കോഡുണ്ട്. സെയിം വയർ നോക്കി കണക്ട് ചെയ്യുക. അതായത് പോസിറ്റീവും നെഗറ്റീവാണ് അത് തിരിച്ചിടുന്നത്. ഇനി ഏതാ ഒരു വയറും കൂടി ഉണ്ടല്ലോ, ഒരു വയറും കൂടിയും ഉണ്ട്. അതിപ്പോൾ അടി പോയി തോന്നും കേട്ടോ, കാണാനില്ല. കിട്ടിപ്പോയി. വയറ് നീളം കുറവായ കാരണം. ഓക്കെ, അപ്പോൾ അത് കണക്റ്റായി. ഫ്രണ്ട് റൈറ്റും ഫ്രണ്ട് ലെഫ്റ്റും കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് അടുത്ത് വരുന്നത് ഇത് വയറാ. ഇതിലിപ്പോൾ വയറുള്ളത് ഇനിയിപ്പോൾ ഒരു വൈറ്റ് ഇപ്പോൾ ഇത് വരുന്നത് അടുത്ത് വൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് വരുന്നത് LF, അതായത് ഫ്രണ്ട് ലെഫ്റ്റ്. ഇത് ലെഫ്റ്റേക്കുള്ള വയറാണ്. ഇപ്പോൾ ലെഫ്റ്റ് ഏതാണ് വരുന്നത്? അതിൽ നമുക്ക് ലെഫ്റ്റ് വരുന്നത് ഫ്രണ്ട് ലെഫ്റ്റ് വരുന്നത് വൈറ്റ്. ഏകദേശം കളറൊക്കെ സെയിം ആണ് കേട്ടോ അതിൽ വരുന്നത്. രണ്ടിനും കളർ ഇപ്പോൾ നമ്മൾ പഴയ സെറ്റിൽ വൈറ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതും അതുപോലെ തന്നെ വൈറ്റ് തന്നെ വരുന്നത്. കളറിൽ വലിയ മാറ്റമൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ നമ്മളെ വയറിങ് ഏകദേശം സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിനി കണക്ട് ചെയ്യാൻ വേണ്ടു. അപ്പോൾ നമ്മൾ എല്ലാ വയറും കണക്ട് ചെയ്തു. ഇനി നമുക്ക് എളുപ്പത്തിൽ നമ്മൾ താഴ്ത്തി എടുത്താം കേട്ടോ. കാരണം നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ വെച്ചിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻ ഇപ്പോൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് ഇത് ചെയ്തു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇനിയിപ്പോൾ ഇതെന്ന് വെച്ചാൽ വയർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ പണിയെന്ന് വെച്ചാൽ ഇതിലേക്ക് സോക്കറ്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക, അത്രേ വേണ്ടു. ഇതിൻ്റെ വരുന്നത് ഇങ്ങനെയാണ്. അത് ഓക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി വരുന്ന ഒരു ഏരിയലിൻ്റെ ഒരു കണക്റ്റും കൂടിയാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം, നമുക്ക് FM-ന് വേണ്ടിയിട്ടൊക്കെ. ഒരുപാട് ഫിക്സഡാണ് ഇതിൽ. അപ്പോൾ നമുക്കത് ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സൂട്ടാവുമെന്നറിയില്ല, കാരണം കോമൺ തന്നെ ആവണം. ഇതിന് കണക്ട് ചെയ്ത് കൊടുക്കാം. അതൊക്കെയാണ്. അപ്പോൾ ഇത്ര ഉള്ള പരിപാടി. സംഭവം സെറ്റ് ചെയ്തു. ഇനി ഓണി നോക്കാം. നമുക്ക് ഇത്രയും വയറിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സിമ്പിൾ പണിയാണ്. നമുക്ക് എല്ലാവർക്കും നോക്കി ഈ ബുക്ക് നോക്കി ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ ഇനി വർക്കിംഗ് ആണെന്ന് പറയണ്ട, നമുക്ക് ഇത് നോക്കാം. സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. ഇതിൽ ടൈം ചോദിക്കുന്നുണ്ട്. അപ്പോൾ സമയം എത്ര മണി? ഓട്ടോമാറ്റിക് കട്ടായി. നമുക്കെന്തെങ്കിലും USB കണക്ട് ചെയ്ത് നോക്കാം. USB ഉണ്ട്. USB കണക്ട് ചെയ്തു. വർക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധനം വർക്കിംഗ് ആണ്.
നമുക്ക് പാട്ട് ചേഞ്ച് ചെയ്ത് ഫസ്റ്റ് പാട്ടാണ് പാടുന്നത്, സെക്കൻഡ് ഫസ്റ്റ് അല്ല അത് റിട്ടേൺ തോന്നുന്നില്ല, റിട്ടേൺ ബട്ടാണ്. നെക്സ്റ്റ് എന്തോ സെറ്റിങ്സ് കുറച്ച് പഠിക്കാനുണ്ടോ നമുക്ക്. ഇതിൽ കുറച്ച് സെറ്റിങ്സ് നമ്മൾ പഠിക്കണം, പഴയ സെറ്റ് പോലെ അല്ല. ഞാൻ നെക്സ്റ്റ് ബട്ടണൊന്നും ഒന്നുമല്ല ഇത് വരുന്നത്, എന്തൊക്കെയോ റിവേഴ്സോ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എന്തായാലും അതോ പഠിക്കാണ്ട്, ബുക്ക്ലെറ്റ് നമുക്ക് പഠിക്കണം. പിന്നെ ഇതാ അതിൽ ഈക്ലിസ് വരുന്നുണ്ട്, റോക്ക്, പോപ്പ്, ഹിപ്പ് ഹോപ്പ്, EDMO അങ്ങനത്തെ ഓപ്ഷൻ കൂടി വരുന്നുണ്ട്, ജാസ്, കരോക്ക, കസ്റ്റം, ഓഫ്. ഇപ്പം നോർമലാട്ടോ. പിന്നുള്ളത് കുറേ എന്തൊക്കെയോ ഇതൊന്നും സംഭവം മനസ്സിലാവില്ല. അത് ഓക്സിലറി USB അങ്ങനെ സെലക്ട് ചെയ്യുന്ന ഓപ്ഷനാണിത്. ട്യൂൺ ചെയ്യാം, FM ട്യൂൺ ചെയ്യാം, USB. പിന്നുള്ളത് എന്താ, ഓക്സിലറി കേബിൾ കണക്ട് ചെയ്യാനുള്ളത്. എക്സ്ട്രാ ഓപ്ഷൻ ഒരു ഓപ്ഷൻ കൊടുത്തു, നമുക്ക് ടെസ്റ്റ് നോക്കാം എങ്ങനെ വർക്കിംഗ് ആണോ എന്ന്. ചെറിയൊരു മാറ്റം ഉള്ളൂ കേട്ടോ അതിൽ, വലിയ അധികം എക്സ്ട്രാ ബോക്സ് എന്ന് പറയാനില്ല. ഈ സ്വിച്ചിൽ ചെറിയൊരു മാറ്റം കാണിക്കുന്നുണ്ട് പാട്ടിൽ. അപ്പോൾ ഇതൊക്കെയാണ്, ഇത്രയേ ഉള്ളൂ വീഡിയോ. നമുക്ക് സക്സസ് ആയി, പരിപാടി സക്സസ് ആയി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കണക്ഷൻസ് നമുക്കിപ്പോൾ ചെയ്യാം. ഇപ്പോൾ കാറിൻ്റെ ഇപ്പോൾ ഇത് ഒരു കാറിൻ്റെ സ്റ്റീരിയോ കണക്ട് ചെയ്യുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതുപോലെ നമുക്ക് വീട്ടുപകരണം എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാവുന്ന വിഷയമാണ്. കാരണം നമുക്ക് അതിൻ്റെ ബുക്കിലെല്ലാം എല്ലാ വിഷയങ്ങളും എഴുതിയിട്ടുണ്ടാവും, എങ്ങനെ കണക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതൊക്കെ അതിൽ കറക്റ്റായിട്ട് ഉണ്ടാവും. പിന്നെ അഡീഷണൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻസുലേഷൻ വയറോ അതല്ലെങ്കിൽ ഇൻസുലേഷൻ ടേപ്പോ അല്ലെങ്കിൽ കേബിളോ അഡീഷണൽ അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരും. ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്തായാലും നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റില്ല. വേറെ എന്തായാലും പുറത്തോട്ട് നമുക്ക് 500-1000 ഒക്കെ ചിലവാക്കണം. നമുക്ക് പഠിക്കാനുള്ളൊരു ഗ്യാപ്പും കിട്ടും. അതുപോലെ തന്നെ ചെയ്ത് നോക്കാം, സമയം പോക്കാണ്, അറിവുമാണ്. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ബൈ ബൈ.